ഹലോ ഹായ് നമസ്കാരം. അത് സ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെയാണ് കേട്ടോ ഇന്ന്. രാവിലെ തൊട്ടൊരു ഉച്ച വരെയുള്ളത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണം. ഞാനും ആദൂട്ടിയും തന്നെയാണ് കേട്ടല്ലേ, ആദൂട്ടി അമ്മയും തന്നെയാണ്. അപ്പോൾ ആദൂട്ടീൻ്റെ ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ. ചെറുക്കൻ ചുമ്മാ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിരുമോ. അത് ആളവിടെ കിടപ്പുണ്ട്. അപ്പം രാവിലെ ചോറ് വെച്ച് കൂട്ടിയിട്ടുണ്ട്. മീൻകറി ഇരിപ്പുണ്ട്. ഇന്നലെ മീൻകറി കണ്ടല്ലേ, മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ ആദൂട്ടീനെ കാണിച്ചു തരാവേ. പൊന്ന അത് മോനെ എല്ലാവർക്കും കാണിച്ചു തരാം. എന്തിനാ ഈ വരക്കൊന്ന് പറയാവോ? പൊടി എന്തിനാ ഈ വഴക്ക് കൂടുന്നൊന്ന് പറയാവോ? രാവിലെ അമ്മേനെ എന്തിനാ ഈ വഴക്ക് കൂടുന്നത്? അമ്മേനോടൊന്ന് പറഞ്ഞ് എന്തിനാ വഴക്ക് കൂടുന്നത്? എന്തിനാണ് വഴക്ക് കൂടുന്നത്? അമ്മേനോട് വഴക്ക് കൂടുന്നത് ആരാ? കേട്ടോ, ഒച്ചപ്പാട് കേട്ടോ. എന്നെ പേടിപ്പിക്കുകയാണേ. ഇങ്ങോട്ട് എടുത്തിട്ട് പോട്ടെ നിന്നെ. ദോശയൊന്നും ഇല്ല ഇന്ന്, ദോശയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല. ഈ ചെറുക്കൻ വഴക്കായതുകൊണ്ട് ഇന്നൊന്നുമില്ല. ഈ ചെറുക്കൻ ഞാൻ പട്ടിണിക്ക് ഇടാൻ പോവാ, ഞാൻ ഉറപ്പാ. മാളിച്ചേച്ചിയില്ല, ഉണ്ണിച്ചേട്ടനില്ല, അമ്മയും ആദൂട്ടിയും മാത്രം. ഞാൻ വിചാരിക്കുകയാണ് ഒരു ദിവസം ഹോം ടൂറൊക്കെ ആയിട്ട് വന്നാലോ എന്ന് വിചാരിക്കുവാണ്. അപ്പം എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. ഹോം ടൂറൊക്കെ ആയിട്ട് വരണമെന്ന് വിചാരിക്കണം. അപ്പം എപ്പോഴും ഇപ്പം ഇട്ടോ മാറി പപ്പ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കാവേ. ദോശക്കല്ലേ കുറേ ദിവസമായി ദോശ കിട്ടണില്ല. ഇനിയിപ്പോൾ അതൊന്ന് ശരിയാക്കണം. ദോശക്കല്ലേ ദോശ കിട്ടാതാകുമ്പോൾ സബോള വെച്ചിട്ടേ, സബോള ഇങ്ങനെ തൂത്ത് കൊടുത്താൽ നന്നായിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഇളകി വരുമെന്നൊക്കെ പറയുന്നു. ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, കിട്ടുമെന്ന് നോക്കാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് എല്ലാവരും കാണിച്ചു തരാവേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൻ്റെ ഇതാക്കിയാൽ നന്നായിട്ട് കിട്ടുമെന്ന് പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങിയ ദോശമാവാണ് കേട്ടോ. തമിഴ്നാട് മാവാണ്. പക്ഷെ അടിപൊളി മാവാണ്. ഇഡ്ഡലി ദോശ മിക്സ് 1 കിലോയാണ്. 1 കിലോയ്ക്ക് 50ആണ്, 45 എടുക്കുന്നത്. അപ്പോൾ ഇത് മേടിച്ച് ഞങ്ങൾ 2-3 ദിവസത്തേക്കൊക്കെ എനിക്കും ആദൂട്ടിക്കും ഉണ്ടാവും. തന്നെയല്ലേ ഉള്ളൂ, നമുക്ക് ദോശ ഇടാം. നല്ല അടിപൊളി മാവാണിത്, അടിപൊളി ദോശമാവാണ്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്തതേ, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കലക്കണം. പക്ഷെ ഒരു അടിപൊളി മാവാണ് കേട്ടോ. കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് നമുക്ക് ദോശ ചുട്ട് നോക്കാം കിട്ടുമെന്ന്. ഉള്ളിയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചേക്കുമല്ലേ, നമുക്ക് എന്തായാലും കിട്ടുമോ നോക്കാവേ. ഓയിൽ ഇച്ചിരി കുറവാണല്ലോ, നമുക്ക് ഓയിലൊക്കെ തൂത്തിട്ട് കിട്ടുമോ നോക്കാം. അപ്പോൾ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കലും എല്ലാം കേട്ടോ. ദോശ ചുടുവാണ്. അറിയില്ല കേട്ടോ, ഇന്നലെ ദോശ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. മൂടിയും കൂടി വെച്ച് നോക്കാം നമുക്ക്. ചോറ് തടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ചോറ് ആദൂട്ടിക്ക് അമ്മയ്ക്കുള്ള ചോറ് തടക്കിയിട്ടിട്ടുണ്ട്. 2-3 പാത്രം കഴുകാണ്ട്, ഇനി അത് കഴുകി വെക്കണം. ദോശയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് ചമ്മന്തിയാണ് കേട്ടോ. അതെ, തക്കാളി ഉള്ളി വറ്റൽമുളക് എല്ലാം കൂടി ഇട്ട് വാട്ടിയിട്ട് എല്ലാവരും മല്ലിയിലേക്ക് ഇടും. പക്ഷെ മല്ലിയില ഇട്ടാലേ എനിക്കൊരു പറ്റണില്ല. മല്ലിയിലയുടെ ചുവ എനിക്ക് പറ്റണില്ല കേട്ടോ. അന്നേരം അതുകൊണ്ട് മല്ലിയില ഇട്ടിട്ടില്ലേ. നമുക്ക് ദോശയുടെ അവസ്ഥ എന്താണോ, ദോശ വന്നോന്ന് അറിയണ്ടേ, കിട്ടുമോന്ന് അറിയട്ടെ. കണ്ടോ, ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. നമ്മളല്ലേലും ഇങ്ങനെയാണ് ഉള്ളി സബോള തേച്ചിട്ടിട്ടിൽ കിട്ടും കേട്ടോ. സബോള വെച്ച് കിട്ടുമെന്നാണ് വീട്ടിലെ എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ്. അതുപോലെ തന്നെയാണ് ചെയ്തു നോക്കിയത്. അപ്പോൾ സബോള തേച്ചിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ദോശക്കല്ല് ഇങ്ങനെ കിട്ടാതിരിക്കുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബോള ട്രൈ ചെയ്യേ. എന്തുവാടാ ഇത്, ചുമ്മാ ചുമക്കുവാണോ അതുട്ടി ചുമ്മാ കിടന്ന് ചുമക്കും. അപ്പം ഞാൻ എന്തായാലും ദോശ വിട്ടെടുക്കട്ടെ. ചൂട് പാർന്ന് നല്ല ദോശ. 2 ദോശ എടുത്ത് നോക്കണം, കഴിക്കുമെന്നറിയില്ല. അവൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാം. എന്താ ഇന്ന് ഒട്ടിപ്പിടിക്കുന്നു കേട്ടോ ദോശ, തണുക്കാത്തതുകൊണ്ട് ആണോന്നറിയത്തില്ല. എന്തോ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. പോന്നു പറഞ്ഞു പോന്നു. ഇതല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. എന്താണെന്നറിയാം. ദോശമാവേ അടിപൊളി മാവൊക്കെയാണ്. പക്ഷെ എന്താണോ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ചീറ്റിപ്പോയി തോന്നുന്നു. അപ്പോൾ അതെ, ദോശ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. എന്നാലും വേണ്ടില്ല, 2 എടുത്തു. ദോശയെ എന്താണെന്നറിയില്ല എങ്ങനെയായിപ്പോയി കേട്ടോ. ദോശയും ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദൂട്ടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ്, ചൂടുവെള്ളം.
ചൂടുവെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അതുപോലെ ഫുഡ് കൊടുക്കും. വഴക്കാളിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. വഴക്കാളി എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര വഴക്കാളി. ഇങ്ങനത്തെ ഒരു വഴക്കാളി കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. നീ വഴക്കാളിയാ. നീ പറഞ്ഞ അനുസരണയില്ല നിനക്ക്. അതുകൊണ്ട് പറഞ്ഞാലൊരു തുള്ളി അനുസരണയില്ല. അമ്മേനെ തന്നെ ഉള്ളപ്പോൾ അമ്മേനിട്ട് ബുദ്ധിമുട്ടിക്കുക. അതുകൊണ്ട് ഈ ദോശയൊക്കെ കൊടുക്കാൻ പോകണതേ. ദോശ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ദോശയും ചമ്മന്തിയും ചൂടുവെള്ളം. ഇത് അപ്പാപ്പൻ കണ്ടേൻ്റെ സന്തോഷമാണോ? അപ്പാപ്പൻ കണ്ടേൻ്റെ ഈ പൂച്ച ഭയങ്കര പാടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പൂച്ച ഉള്ളതുകൊണ്ട് പൂച്ച ഒച്ച എടുക്കുമ്പോൾ ആദൂട്ടി ഒച്ച എടുക്കും. ഇതെന്നെ പരിപാടി. മടുത്തു പൂച്ചേനെ ആദൂട്ടിനെ കൊണ്ട് ഞാൻ പടുത്തു. ഈ പൂച്ചേനെ ആദൂട്ടിനെ കൊണ്ട് നമ്മുടെ കൊച്ചിനെ കൊണ്ട് മടുത്തിട്ടില്ല, പൂച്ചേനെ കൊണ്ട് നമ്മൾ മടുത്ത്. നമ്മൾ പറ്റിച്ചല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞു. എൻ്റെ മോനില്ലാതെ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ആദൂട്ടിക്ക് ദോശ കൊടുക്കട്ടെ. ദോശ കൊടുത്തിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം. അതെ, ദോശ കൊടുത്തിട്ട് എനിക്ക് ഫിസിയോതെറാപ്പിക്ക് പോകണം. ഓട്ടോ വിളിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ദോശ കഴിക്കട്ടെ കേട്ടോ. കഴിഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സമയം പോയിട്ടോ. 10 മണിയായി, താമസിച്ചു പോയി. ആദൂട്ടി ഇച്ചിരി വഴക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടിരിക്കുവാണ്. ഞങ്ങൾ കുളി കഴിഞ്ഞില്ല, ആദൂട്ടി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ കാണുന്ന സന്തോഷം വേറൊന്നുമല്ല, ഓട്ടോ വിളിക്കുന്നതിൻ്റെ സന്തോഷമാണ്. ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഓട്ടോ ഇപ്പോൾ വരും. അപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോകും. വലിയൊരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്കറിയാം, പറ്റുന്നില്ല ചെയ്യാൻ. മോൻ്റെ കാര്യങ്ങളെല്ലാം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഇനി 1:30 ആവും കേട്ടോ. 1:30 ആയി വന്നു കഴിയുമ്പോൾ പിന്നെ എന്താണ് ചെയ്യാൻ സമയം കിട്ടുന്നത്? കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ തിരക്കിട്ടുള്ള എന്തെങ്കിലും ഒരു കറിവെപ്പൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് ഒന്നിനും സമയം കിട്ടുന്നില്ല. ചെയ്യാം കേട്ടോ. നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. എന്നേലൊക്കെ ഞങ്ങൾ വരും. അത് ഞങ്ങൾ എന്നേലൊക്കെ വരുന്നതായിരിക്കും, നല്ല നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതുവരെ എല്ലാവരും ഒന്ന് ഞങ്ങളോട് സഹകരിക്കുക അല്ലേ. പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആദൂട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇത് നമുക്ക് ഒന്ന് കയറി പോവുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. എന്തായാലും ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ അത് ഞാൻ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം. അപ്പോൾ അതെന്താണെന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ എല്ലാവരും കാണിച്ചു തരാം. ഒന്നും കിട്ടാനൊന്നും ആയിട്ടില്ല, കിട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ എന്തോ പോലെ നമ്മളങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടി വഴക്കായിരുന്നു. ഫിസിയോതെറാപ്പി സൗണ്ട് മ്യൂട്ടാക്കാൻ മറന്നുപോയി. ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ഓടി വന്ന് ഞാൻ ചോറും കറിയൊക്കെ വെച്ചു. വന്നിട്ടേ പരിപ്പ് കറി വെച്ചു കേട്ടോ. നമ്മുടെ ആദൂട്ടിക്ക് ചോറ് കൊടുക്കണം. ചോറ് കൊടുക്കാൻ എടുക്കുവാണ്. അപ്പം അവൻ എൻ്റെ വെച്ച് ചാറ് വേണേ. വെച്ച് പരിപ്പ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മോൻ്റെ പാത്രമാണ് പരിപ്പ്. പിന്നെ ഇത് നമ്മുടെ ഇന്നലത്തെ മീൻകറി. ഇന്ന് പപ്പടം ഉണ്ടായിരുന്നു, കാച്ചിയില്ല. അതുകൊണ്ട് പപ്പടം ഇഷ്ടമാണ്, പക്ഷെ കാച്ചിയില്ല കേട്ടോ. സമയം കിട്ടിയില്ല. ഭയങ്കര ബഹളമാണ്, ആൾ ഭയങ്കര ബഹളമാണ്. അതുകൊണ്ട് പപ്പടം കാച്ചിയില്ല. പിന്നെ ചോറ് എടുക്കട്ടെ. തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അവന് ക്ഷീണം എന്നും ഈ പോക്കല്ലേ. അത് കഴിയുമ്പോൾ ഞാനും മടുത്തു പോകും. അപ്പോൾ ചോറ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആദൂട്ടിക്ക് ചോറ് കൊടുക്കണം. അതുപോലെ അവിടെ കിടപ്പുണ്ടേ. ആദൂട്ടി അവിടെ കിടക്കുവാണ്. അപ്പോൾ ചോറൊക്കെ കൊടുത്തിട്ട് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോറ് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് ഞാൻ അടുത്ത ഭാഗം കാണിക്കാമെന്നൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര തൊണ്ടവേദന. തണുപ്പല്ലേ, കാലാവസ്ഥ ഭയങ്കര മോശമാണ് കേട്ടോ. തണുപ്പായതുകൊണ്ട് ഭയങ്കര തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഉണ്ണിക്കുട്ടനും ഇല്ല കേട്ടോ. ഉണ്ണിക്കുട്ടനും വയനാട്ടിൽ പോയതാണ്. പിന്നെ ആദൂട്ടിയുടെ അച്ഛൻ ഒരു സ്ഥലം വരെ പോയതാണ്. അപ്പോൾ അതെവിടെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം. പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളൂ, ഞാനും ആദൂട്ടിയും തന്നെ ഉള്ളൂ. ഇച്ചിരി കുശുമ്പും ഇച്ചിരി കൊതികുത്തും, കുശുമ്പല്ല, ഇച്ചിരി കൊതികുത്തും ഒക്കെ കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല. തന്നെ ഉള്ളെങ്കിലും നമ്മളേ ഏത് ജീവിത സാഹചര്യത്തിലും നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നിന്ന് പഠിക്കണം. കാരണം നമുക്ക് നാളെ എങ്ങനെയാണ് തന്നെ മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്, തളരുകയില്ല എന്നൊരു കുറച്ച് വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട്
ഏത് ജീവിത സാഹചര്യത്തിലും മുമ്പോട്ട് പോകാൻ നമ്മൾ പ്രാപ്തരാകണം. വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാളക്കൊച്ചി പഠിക്കാൻ പോകും, ഉണ്ണിക്കുട്ടൻ പഠിക്കാൻ പോകും. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ കാണുമെന്ന് വരില്ല. ചിലപ്പോൾ ഞാനും ആദ്യമായിട്ടും തന്നെയായി പോകുന്നത് പല സമയം ഉണ്ടാവും. അന്നേരമൊക്കെ അവരുടെ സന്തോഷവും കൂടി നമ്മൾ ആക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാളുക്കുട്ടിയും ഉണ്ണിക്കുട്ടനും ഇല്ലേലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്നെ അമ്മയുണ്ടല്ലോ, അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ വേണം കേട്ടോ ആദൂട്ടിക്ക്. ഞാനില്ലാത്തൊരു പരിപാടിയില്ല നമ്മുടെ ആദുമോന്. ഞാൻ എപ്പോഴും ആദൂട്ടീൻ്റെ കൂടെ ഉണ്ടായാൽ മതി, അതും ഹാപ്പിയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവൻ ആദൂട്ടി ചോറ് കഴിച്ചോണ്ട് ഞാൻ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ കയറി കിടന്നൊന്ന് ഉറങ്ങി. ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് ഉറങ്ങി എണീറ്റ് വണ്ടി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടി പോയപ്പോഴാണ് എത്തി വരിഞ്ഞ പോയി വണ്ടി അതിലെ കൂടി കടന്ന് ബൂന്നും പറഞ്ഞു പോയി. കണ്ടോ നീയേ അതുട്ടി വണ്ടി കണ്ടു കേട്ടോ. അതുമോ വണ്ടി കുഞ്ഞിച്ചെറുക്കൻ്റെ ചിരിയാണ്. അപ്പോൾ ചോറ് കഴിച്ച് അതുട്ടിക്ക് ചോറ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ചോറ് കഴിച്ചേ. അന്നേരം തൊട്ട് തൊണ്ടയ്ക്ക് എനിക്ക് വേദനയുണ്ട്. തൊണ്ടയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വേദനയുണ്ട്. തണുപ്പായി തുടങ്ങിയതിൻ്റെയാണ്. കാലാവസ്ഥ മാറിയപ്പോഴത്തേക്കും പനിക്കാനാണെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിലൊക്കെ വീഡിയോ ആയിട്ട് വരും. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു സർപ്രൈസാണ്, ഒരു സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പം നാളെ ഈ വീഡിയോ വരും. നാളത്തേക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഈ ലൈവില്ലാത്തതിനും ഒക്കെ ഒരു കാര്യമുണ്ട്. ലൈവില്ലാത്തതിനും ഞാൻ പറഞ്ഞു ആദൂട്ടിനെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാണ് അതങ്ങനെ ഒരിക്കലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല. അപ്പോൾ അത് ഞാൻ എടുത്തു കേട്ടോ, ഞാൻ നേടിയെടുത്തു. അപ്പം അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. നാളെയല്ല, നാളത്തെ കഴിഞ്ഞായിരിക്കും വരുന്നത് കേട്ടോ. ഞായറാഴ്ചത്തെ വീഡിയോയ്ക്കകത്തായിരിക്കും അത് വരുന്നത്. ഞായറാഴ്ച പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനും മാളുക്കുട്ടിയൊക്കെ വരും. തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകണം. പിന്നെ ഇറളത്തുത്സവം ആകാനായിട്ടുണ്ട്. ഇറളത്തുത്സവത്തിനും പോകണം ഞങ്ങൾക്ക്. ഇറളത്തുത്സവത്തിന് പോകണം. തെറയൊക്കെ ഉണ്ട് കേട്ടോ. തെറയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്ക്. ഇറളത്തുത്സവത്തിന് എന്തായാലും പോകണം. തലേന്നും പോകണം ഉത്സവത്തിന്, പിറ്റേന്നും പോകണം ഉത്സവത്തിന്. അങ്ങനെ ഉത്സവം മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പറ്റുവാണെങ്കിൽ, എനിക്ക് പനിയൊക്കെ പിടിച്ചില്ല, ആദൂട്ടിക്കും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും അവിടെ ഇറളത്തുത്സവത്തിന് കാണും. അങ്ങനെ അതിനിപ്പം മാളൂട്ടി ഉണ്ണിക്കുട്ടനൊക്കെ അവിടെ അടിച്ചു പൊളിക്കുവാണ്. സായിക്കുട്ടൻ്റെ പിറന്നാളും കേക്ക് മുറിക്കലും എല്ലാവരും കൂടി മക്കൾ 4 പേരും കൂടി അടിച്ചു പൊളിക്കുവാണ് കേട്ടോ. അടിച്ചു പൊളിച്ച് അവരങ്ങ് ആഘോഷിക്കുവാണ്. ആദൂട്ടീനെ മിസ് ചെയ്യുന്നുണ്ടോ അവർ? വായിക്കൂടിയേ ഇരുത്തുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളം വരുന്നുണ്ട്. പിന്നെ മരുന്നിൻ്റെ ഉണ്ടാവും. അങ്ങനെ ആദൂട്ടീനെ ചേട്ടനും ചേച്ചിയും മിസ് ചെയ്യുന്നുണ്ടാ? അപ്പം നമ്മുടെ ഒരു ദിവസത്തെ വിശേഷം അങ്ങനെയുള്ളൂ. അത് ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ആദൂട്ടിക്ക് ചായ കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു. അമ്മ ചായ കുടിച്ചു, അമ്മ ബിസ്ക്കറ്റ് തിന്നു. അമ്മ ബിസ്ക്കറ്റ് തിന്നു നിൻ്റെ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കേട്ടോ. അറിയാതെ ഞാൻ പറഞ്ഞു പോയി ബിസ്ക്കറ്റ് തിന്നു പോയിന്ന്. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ തിന്ന് ഞങ്ങൾ ഇപ്പം സമയം 7 മണിയായിട്ടോ. അപ്പോൾ എനിക്കിത് ഇൻട്രോ അല്ല, ഇത് ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഡൗൺലോഡാക്കി വെക്കും. കാരണം രാവിലെ ചിലപ്പോൾ നമുക്ക് വൈഫൈ ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും മോൻ വഴക്കാണെങ്കിൽ പറ്റത്തില്ല. ഞാൻ എന്നും അങ്ങനെയാണ്, തലേന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഒരു ദിവസം പോലും നമുക്കങ്ങനെ വീഡിയോ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരില്ലല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. പിന്നെ എല്ലാവർക്കും സുഖമൊക്കെയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ രാവിലെ കറാപ്പിക്ക് പോയിട്ട് 12:30 ആയിട്ടോ വന്നിട്ട്. 12:30 ആയി വന്നപ്പോൾ രാവിലത്തെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് വൈകുന്നേരത്തേക്കൊക്കെ. ഓക്കാനിക്കല്ലേ, ചുമ്മാ കിടന്ന് ഓക്കാനിക്കുക. ചുമ്മാ കിടന്നിട്ട് ഇപ്പം ആദൂട്ടിക്ക് ഇച്ചിരി പിപ്പരിയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ, അല്ലേ? അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.